ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. തകർപ്പൻ പോരാട്ടങ്ങളൊക്കെ കണ്ട IPLൻ്റെ 18ാം സീസണിൻ്റെ ആവേശം ചൊരിഞ്ഞ ആദ്യ മത്സരാഴ്ച അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. തകർപ്പൻ പോരാട്ടങ്ങളൊക്കെ കണ്ട വളരെ ആവേശം നിറച്ച ഒരു മാച്ച് വീക്ക് 1 തന്നെയാണ് ഇപ്പോൾ IPL പുതിയ സീസണിൽ അവസാനിച്ചിട്ടുള്ളത്. ഒരുപാട് തകർപ്പൻ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു IPL സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടത്. ഉദ്ഘാടന പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള KKRഉം കരുത്തരായിട്ടുള്ള RCBയും ഏറ്റുമുട്ടിയപ്പോൾ പിന്നീട് അങ്ങോട്ട് ഓരോ മത്സരങ്ങളിലും ഒട്ടനേകം ചരിത്ര മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു ഈ നടന്നുകൊണ്ടിരിക്കുന്ന IPL സീസണിൻ്റെ ഇക്കഴിഞ്ഞ IPL ആദ്യ മത്സരാഴ്ചയിൽ നമ്മൾ കണ്ടത്. സോ IPL 18ാം സീസണിൻ്റെ ആദ്യ മത്സരാഴ്ച അവസാനിക്കുമ്പോൾ പോയിൻ്റ് ടേബിളിലും ഒരുപാട് മാറ്റങ്ങളല്ല, നമുക്കറിയാം. കഴിഞ്ഞ സീസണിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ IPL സീസണിൽ ആദ്യ മത്സരാഴ്ച അവസാനിച്ചപ്പോൾ ടോപ്പിൽ നിന്ന് പല ടീമുകളും ഇത്തവണ ആ ഒരു ബോട്ടം ലിസ്റ്റിലേക്ക് പോയിരിക്കുകയാണ്. സോ IPLൻ്റെ ആദ്യ മത്സരാഴ്ചയിൽ ഒരു കംപ്ലീറ്റ് സ്റ്റാറ്റ്സ് ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. സോ പോയിന്റ് ടേബിളിൻ്റെ ടോപ്പ് 4 പരിശോധിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. ആദ്യ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 44 റൺസിന് പരാജയപ്പെടുത്തിയാണ് SRH 1ാം സ്ഥാനം കൈയടക്കിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് RCB ആണ്. ഇനാഗുറൽ മാച്ചിൽ KKR എന്ന നിലവിലത്തെ ചാമ്പ്യന്മാരെ തകർത്താണ് RCB പുതിയ സീസണിന് തുടക്കം കുറിച്ചത്. 3ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു തകർപ്പൻ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തുകൊണ്ടാണ് പഞ്ചാബ് കിങ്സ് 3ാം സ്ഥാനം നേടിയെടുത്തിട്ടുള്ളത്. 4ാം സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. മുംബൈ ഇന്ത്യൻസിനായിരുന്നു CSK തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്. സോ ഇനി ആദ്യ മത്സരാഴ്ചയിൽ നമുക്കറിയാം IPL ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പിറന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ റോയൽസിനെതിരെ SRH നേടിയ 6 വിക്കറ്റിന് 286 എന്നുള്ളതാണ് IPL ചരിത്രത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് ടീം ടോട്ടലായി ഇപ്പോൾ മാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ ഈ കഴിഞ്ഞ IPL ആഴ്ചയിൽ പന്തെറിഞ്ഞ മറ്റാരുമല്ല, ജോഫ്ര ആർച്ചർ എന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ പേസ് ബൗളറാണ്. SRHനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ 4 ഓവറിൽ 76 റൺസ് വഴങ്ങിയ ആർച്ചർ പക്ഷേ 147.8 km/h ബോൾ എറിഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ IPL മത്സരാഴ്ചയിലെ ഏറ്റവും വേഗതയേറിയ ബോളറായി മാറിയിട്ടുണ്ട്. ഏറ്റവും ലോങ്സ്റ്റ് 6 നേടിയത് ട്രാവിസ് ഹെഡാണ്. SRHൻ്റെ ഓപ്പണിംഗ് ബാറ്റർ 105 മീറ്റർ ദൂരമാണ് ആ പന്തിനെ പറത്തിയിട്ടുള്ളത്. ടേബിൾ ടോപ്പേഴ്സ് SRH ആണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓറഞ്ച് ആൻഡ് പർപ്പിൾ ക്യാപ്പിലേക്ക് വരുവാണെങ്കിൽ ആദ്യ മത്സരത്തിൽ തന്നെ SRHന് വേണ്ടി തൻ്റെ അരങ്ങേറ്റ പോരാട്ടത്തിൽ തന്നെ തകർപ്പൻ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷനാണ് നിലവിലത്തെ ഓറഞ്ച് ക്യാപ്പിലെ ലീഡർ. 106 റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. പർപ്പിൾ ക്യാപ്പിലേക്ക് വരുവാണെങ്കിൽ CSKയുടെ നൂർ അഹമ്മദ് അഫ്ഗാൻ സ്പിന്നർ 4 വിക്കറ്റുകളാണ് CSKയ്ക്ക് വേണ്ടി തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയെടുത്തിട്ടുള്ളത്. സോ ഓറഞ്ച് ക്യാപ്പിൽ ഇഷാൻ കിഷനും പർപ്പിൾ ക്യാപ്പ് നൂർ അഹമ്മദുമാണ് ആദ്യ മത്സരാഴ്ചയിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഈ കഴിഞ്ഞ മത്സരാഴ്ചയിൽ ഏറ്റവും വലിയ മാർജിനുള്ള വിജയത്തിലേക്ക് വരുവാണെങ്കിൽ അത് SRH RR പോരാട്ടത്തിലെ വിജയം തന്നെ. രാജസ്ഥാൻ റോയൽസിനെ 44 റൺസിനായിരുന്നു SRH പരാജയപ്പെടുത്തിയത്. ഇനി ആദ്യ മത്സരാഴ്ചയിൽ തന്നെ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറികളുമൊക്കെ പിറന്നിട്ടുണ്ടായിരുന്നു. ഇഷാൻ കിഷനാണ് ആ ഒരു ഏക സെഞ്ചുറി നേടിയത്. കൂടുതൽ സെഞ്ചുറി നേടിയത് ജോസ് ബട്ട്ലർ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യ മത്സരാഴ്ചയിലെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ മറ്റാരുമല്ല SRH തന്നെ ഇഷാൻ കിഷനാണ്. കാരണം തകർപ്പൻ സെഞ്ചുറിയും അതോടൊപ്പം തന്നെ ഓറഞ്ച് ക്യാപ്പ് ലീഡർ ബോർഡിലും ഒക്കെ അടക്കം പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇഷാൻ കിഷൻ തന്നെയാണ് IPLൻ്റെ ആദ്യ മത്സരാഴ്ചയിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ. ഹയസ്റ്റ് ബാറ്റിംഗ് പാർട്ണർഷിപ്പിൽ വരുവാണെങ്കിൽ SRHനെതിരെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 3ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെയും അതോടൊപ്പം തന്നെ ധ്രുവ് ജൂറലിനെയും 111 റൺസ് പാർട്ട്ണർഷിപ്പാണ് IPLൻ്റെ ആദ്യ മത്സരാഴ്ചയിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പ്. ഹയസ്റ്റ് മാച്ച് അഗ്രിഗേറ്റിൽ വരുവാണെങ്കിൽ SRH RR പോരാട്ടത്തിൽ തന്നെ 528 ആണ്. ഫെയർ പ്ലേ അവാർഡ് ആദ്യ മത്സരാഴ്ചയിൽ CSK ആണ് സ്വന്തമാക്കിയിട്ടുള്ളതും. കൂടുതൽ ക്യാച്ചുകൾ നേടിയത് G2യുടെ പ്ലെയറായിട്ടുള്ള അർഷാദ് ഖാനാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ഫോറുകൾ അതായത് 153 ഫോറുകളാണ് ആദ്യ മത്സരാഴ്ചയിൽ പിറന്നത്. അതോടൊപ്പം തന്നെ 183 ഫോറുകളും 119 സിക്സുകളും പിറന്നിട്ടുണ്ട്. കൂടുതൽ ഫോർ നേടിയത് ഇഷാൻ കിഷനാണ്. 11 ഫോറുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 9 സിക്സുകളും വന്നിട്ടുണ്ട്. ശ്രേയസ് അയ്യറാണ് കൂടുതൽ സിക്സുകൾ നേടിയെടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യ മത്സരാഴ്ചയിലെ ഹയസ്റ്റ്
ഇൻഡിവിജ്വൽ സ്കോർ അത് ഇഷാൻ കിഷൻ നേടിയ 106 47 പന്തിൽ 106 റൺസായിരുന്നു RRനെതിരെ പുറത്താവാതെ വിക്കറ്റ് കീപ്പർ ബാറ്റർ SRHന് നേടിയത്. അതുപോലെ ആദ്യ ആഴ്ചയിലെ ഏറ്റവും മികച്ച ബോളിംഗ് ഫിഗർ CSKയുടെ നൂർ അഹമ്മദിൻ്റെതാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ 4 ഓവറിൽ 18 റൺസ് മാത്രമടങ്ങി 4 വിക്കറ്റുകൾ നേടിയ നൂർ അഹമ്മദിൻ്റെ ബോളിംഗ് പ്രകടനമാണ് ആദ്യ മത്സരാഴ്ചയിലെ ഏറ്റവും തകർപ്പൻ പ്രകടനം. ഇനി ഇതിനെല്ലാം പറയുമ്പോൾ നമുക്കറിയാം മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു മത്സരാഴ്ചയാണ് കടന്നു പോയത്. കാരണം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി IPL അരങ്ങേറ്റം കുറിച്ച മലയാളി താരം വിഘ്നേഷ് പുത്തൂരും മുംബൈയുടെ ആദ്യ പോരാട്ടത്തിൽ തന്നെ കളിക്കളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 4 ഓവറുകൾ ബോളെറിഞ്ഞ താരം 33 റൺസ് മാത്രം വഴങ്ങി 3 വിലപ്പെട്ട വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഒട്ടനേകം ആവേശ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പുതിയ IPL സീസണിൻ്റെ ആദ്യ മത്സരാഴ്ച പവർ പാക്ഡ് മാച്ച് വീക്ക് 1 അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. സോ മാച്ച് വീക്ക് 2ലേക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. നിലവിൽ മാച്ച് വീക്ക് 2ലെ അതായത് 2ാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 2ാം റൗണ്ട് പോരാട്ടത്തിൽ ആദ്യം KKRും അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസുമാണ് ഇപ്പോൾ ഗുവാഹട്ടിയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.